ശ്രീ വി കെ സനോജ, ഇതിന് ശരി, ഇപ്പൊ മറ്റത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്തിൽ സംഭവിച്ച രാഷ്ട്രീയ അട്ടിമറിക്കപ്പുറം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാനങ്ങളുണ്ട് എന്ന് പ്രചരിപ്പിക്കുകയാണ്. മാനങ്ങളുണ്ട്, സ്വാഭാവികമാണ്, അത് അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതിലാണ് അവർക്ക് സങ്കടം. ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് കോൺഗ്രസിനെ വിമർശിക്കാനുള്ള ഒരു അർഹതയും CPM ഇല്ല എന്നാണ് ഈ ദിവസവും. അല്ല, അവർക്ക് ചെയ്യാം, ഞങ്ങളത് പറയാൻ പാടില്ല എന്നാണോ കോൺഗ്രസ് പറയുന്നത്? ഇവിടെ പകൽ പോലെ വ്യക്തമല്ലേ, എന്തേലും കാര്യത്തിൽ അവ്യക്തതയുണ്ടോ? ഈ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ BJPക്ക് വേണ്ടി 8 പേര് രാജിവെച്ച് അപ്പുറത്ത് BJPയെ വിജയിപ്പിച്ചിരിക്കല്ലേ. ഈ 8 പേരും മത്സരിച്ച് ചിഹ്നം ഏതാണ്? കൈപ്പത്തിയല്ലേ. ഈ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് അവർ മറ്റു തലത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂറുമാറ്റ നിയമത്തിൻ്റെ ഭാഗമായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് ഇടപെടലാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്? അപ്പോൾ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണ് ഇന്നലകളിൽ നമ്മൾ പറഞ്ഞതെങ്കിൽ ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ BJPനെ മാറുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വിവിധ ഇടങ്ങളിൽ നേരത്തെ തന്നെ ഈ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയിട്ടുള്ള ഇടങ്ങളിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് കുറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം BJP നല്ലതുപോലെ കയറിയിട്ടുണ്ട്. പല സ്ഥലത്തും BJP പരാജയപ്പെട്ടെടുത്ത് BJP വോട്ട് കോൺഗ്രസിന് പോയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുകയല്ലേ. പല സ്ഥലത്തും പല കാര്യങ്ങൾ നോക്കുമ്പോൾ വ്യക്തമായ ഡീൽ നടന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ തന്നെ BJP ആയി മാറുന്നു എന്നതിന് ഇതിൽ പരം ഒരു ചിത്രം വേറെയുണ്ടോ? എന്നിട്ട് അത് അംഗീകരിക്കുന്നതിന് പകരം അതെല്ലാം അതെല്ലാം CPMൻ്റെ പ്രചരണമാണ്, CPM ഞങ്ങളെ ഈ നിലയിൽ വല്ലാതെ കണ്ട് ആക്രമിക്കുന്നു എന്ന മുറവിളി കൊണ്ട് എന്താ കാര്യം? രാജ്യത്തുടനീളം എത്രയെത്ര അനുഭവങ്ങളുണ്ടായി. ഇന്നത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ന് MP-മാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അത് എത്ര മുൻ കേന്ദ്രമന്ത്രിമാരുണ്ട് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, എത്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ ഇപ്പോൾ അവിടെ MP-മാരായി ഇരിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിസഭ നോക്കിക്കഴിഞ്ഞാൽ എത്ര മുൻ കോൺഗ്രസിൻ്റെ ആളുകളുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം പോട്ടെ, കേരളത്തിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ അവസ്ഥ എന്താ? കേരളത്തിൽ ഇപ്പോൾ സമീപകാലത്ത് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയിട്ടുള്ള നേതാക്കളുടെ എണ്ണം എത്രയാ? എല്ലാം ഇവിടെ കണക്കുണ്ടല്ലോ. ഇതൊന്നും ഞങ്ങളിവിടെ പ്രചരിപ്പിക്കുന്നതല്ല, എല്ലാം വളരെ കൃത്യമായ ഡാറ്റ ഇവിടെ കിടക്കുകയല്ലേ. ഇപ്പോൾ അനിൽ ആൻ്റണിയുടെ മകൻ ടോം വടക്കൻ AICCയുടെ വക്താവായിരുന്നു. C രഘുനാഥ് കഴിഞ്ഞ തവണ ധർമ്മട മണ്ഡലത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് മത്സരിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇന്നിപ്പോൾ എവിടെയാ? KS രാധാകൃഷ്ണൻ മുൻ PSCയുടെ ചെയർമാനായിരുന്നു കോൺഗ്രസിൻ്റെ കാലത്ത്. ഇന്നിപ്പോൾ അയാൾ ഏത് പാർട്ടിയിലാണ്? ആർക്ക് വേണ്ടിയാണ് കഴിഞ്ഞ തവണ മലപ്പുറത്ത് മത്സരിച്ചത്? പത്മജ വേണുഗോപാൽ, നമ്മുടെ സാക്ഷാൽ K കരുണാകരൻ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ലീഡറായിട്ടുള്ള കരുണാകരൻ്റെ മകൾ ഇപ്പോൾ എവിടെയാണ്? KK നാരായണൻ കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. പന്തളം സുധാകരൻ അനുജൻ പ്രതാപൻ, OBC കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VR മോഹനൻ, തൃശൂർ INDCയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അനിൽ പൊറ്റേക്കാട്, രാമൻ നായർ മുൻ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷൻ, ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഒരു മണിക്കൂർ ഉണ്ടായിക്കഴിഞ്ഞാലും പറഞ്ഞ് തീർക്കാൻ കഴിയാത്ത അത്രയും ആളുകൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാ വിഭാഗം ആളുകളും മനസ്സിലാക്കേണ്ടത്, ഇവിടെ കോൺഗ്രസിന് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കഴിയുന്നില്ല. RSSന്റെ ശാഖക്ക് കാവൽ നിന്നു എന്ന് വലിയ കാര്യം പോലെ അവതരിപ്പിക്കുന്ന ഒരാൾ അവരുടെ പ്രസിഡന്റായി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സാക്ഷാൽ VD സതീശൻ തന്നെ വലിയ മതനിരപേക്ഷത പറയുമ്പോഴും RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഗോൾവാൾക്കറുടെ ശതാബ്ദി ചടങ്ങിൽ പങ്കെടുത്തിട്ട് അതിന് മുന്നിൽ ഓച്ചാനിച്ചെന്ന് വിളക്കുകൊളുത്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ RSSനുമായിട്ട് പലതരത്തിലും ബന്ധപ്പെട്ടതിൻ്റെ നിരവധി പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മാത്രമാണ് അവിടെ പറയാനുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷം ഈ നാട് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നുള്ളതാണ്. മതനിരപേക്ഷ ചേരിയെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ധാരാളം സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഈ നാട്ടിലുണ്ട്, മതനിരപേക്ഷവാദികളുണ്ട്. CPMനോടുള്ള അന്ധമായ വിരോധം കൊണ്ടും ഇടതുപക്ഷ വിരോധം കൊണ്ടുമെല്ലാം കോൺഗ്രസ് ഇരിക്കട്ടെ വോട്ട് എന്ന നിലയിൽ കാണുന്നവരുണ്ട്. പിന്നെ കുറേ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ദേശീയ പ്രസ്ഥാനത്തിനെല്ലാം ഭാഗമായിട്ട് പാർട്ടി എന്ന നിലയിൽ വലിയ പാരമ്പര്യത്തെ മുൻനിർത്തി വോട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, ആ പഴയ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ്. ഏത് നിമിഷവും BJP പാളയത്തിലേക്ക് ചാടാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നേതൃത്വമാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം. നിങ്ങൾ നോക്ക്, ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിൽ നിന്ന് പലരും അവതരിച്ച് വോട്ട് പിടിക്കാൻ തുടങ്ങി. എന്തെല്ലാം ആഭാസങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ ദിവസം അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, സംഘടനാ സെക്രട്ടറിയാണ് അദ്ദേഹം. ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ പോയിരുന്നിട്ട് കാട്ടിക്കൂട്ടിയ നാടകം നമ്മൾ കണ്ടതാണ്. ചെന്നിത്തലയുടെ ചില നാടകങ്ങൾ നമ്മൾ കാണുകയാണ്. ഇനി സതീശന്റെ നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പലവിധത്തിലുള്ള PR വർക്കും നാടകവുമായിട്ട് അധികാരത്തിന്റെ കസേര ലക്ഷ്യം വെച്ചുകൊണ്ട് പല ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് അവരാഗ്രഹിച്ച രൂപത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു തർക്കവും വേണ്ട. ആരാണോ അധികാരത്തിന്റെ വിമർശിക്കാം, അതിനുള്ള അധികാരമുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ അവരും വിമർശിച്ചിട്ടുണ്ട്. അപ്പോ ആ തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടാണ് വിമർശിക്കുന്നത്. അതുകൊണ്ട് അധികാരത്തിന്റെ കസേര ആരിട്ട് കൊടുത്താലും ഇരിക്കാൻ തയ്യാറായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുഴുവനുള്ളത് എന്ന് തോന്നുന്നു.